ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BCom BBAയുടെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഫ്രീ കൺസെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എലമെൻ്റാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. കൺസെൻറ്റ് ഫ്രീ ആയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്മതപ്രകാരം, അതായത് രണ്ട് പേരാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി വേണം നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുക. അപ്പോൾ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 or more persons ആർ സെറ്റ് ടു കൺസെൻറ്റ് വെൻ ദേ അഗ്രി അപ്പോൺ ദ സെയിം തിങ്സ് ഇൻ ദ സെയിം സെൻസ് ആയിരിക്കണം. അതായത് രണ്ടുപേരും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും മൈൻഡിലുള്ള കാര്യം, ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്തെങ്കിലും ഒരു മാറ്ററിനെ കുറിച്ചാണെങ്കിൽ ആ സെയിം മാറ്റർ വേണം നമ്മൾ സെയിം സെൻസിൽ വേണം രണ്ടുപേരുടെയും മൈൻഡിൽ ഉണ്ടാകാനായിട്ട്. അതായത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരവും അതുപോലെ സ്വന്തം സമ്മതപ്രകാരവും സെയിം തിങ്ങിനെ കുറിച്ച് സെയിം സെൻസിൽ എടുത്തുകൊണ്ട് വേണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കൺസെൻറ്റ് ആകണമെങ്കിൽ അതിൽ വേണ്ട എസെൻഷ്യൽസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എസെൻഷ്യലാണ് ബോത്ത് പാർട്ടി ഷുഡ് എഗ്രി അപ്പോൺ സെയിം തിങ്. രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്നത് അവരുടെ ഒരു സെയിം തിങ്ങിലായിരിക്കണം. അതായത് രണ്ടുപേരും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. രണ്ടാമത്തെ എസെൻഷ്യലാണ് ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് എഗ്രി ഓൺ ദ സബ്ജക്റ്റ് മാറ്റർ ഇൻ ദ സെയിം സെൻസ്. രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്ന സബ്ജക്റ്റ് സെയിം സെൻസിൽ എടുത്തുകൊണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസെൻസസ് ആഡ് ഐറ്റം പറഞ്ഞു. കൺസെൻസസ് ആഡ് ഐറ്റത്തിൽ നമ്മൾ പറഞ്ഞു ഒരാൾക്ക് 2 വീടുണ്ട്, ഒന്ന് എറണാകുളത്തുണ്ട്, ഒന്ന് തിരുവനന്തപുരത്തുണ്ട്. അയാൾ വീട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ പോകുന്ന അയാൾക്ക് ആകെ ഒരു വീടുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ, അല്ലേ? പക്ഷേ അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ വീടാണ്. പക്ഷേ വാങ്ങാൻ പോകുന്ന ആൾ വിചാരിക്കുന്നു എറണാകുളത്തെ വീടാണ് വിൽക്കാൻ പോകുന്നത്. കാരണം അയാൾക്ക് എറണാകുളത്തെ വീട് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും മൈൻഡിലുള്ള കാര്യം ഡിഫറെൻ്റ് ആണ്. എന്നിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സെയിം തിങ്ങിനെ കുറിച്ച് സെയിം സെൻസിലായിരിക്കണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ അതിൽ വേണ്ട എസെൻഷ്യൽ എലമെൻ്റ് ആണ് ഒന്ന് സെയിം തിങ്ങിനെ കുറിച്ച് രണ്ട് പാർട്ടീസും എഗ്രി ചെയ്തുകൊണ്ട് വേണം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ. അതുപോലെ തന്നെ സെയിം സെൻസിലായിരിക്കണം നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. ഇനി ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സെയിം തിങ്ങിനെ കുറിച്ച് സെയിം സെൻസിൽ എടുത്തുകൊണ്ട് വേണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കോൺട്രാക്റ്റിൽ ഇപ്പോൾ കൺസെൻറ്റ് എന്താകാതിരിക്കാം, ഫ്രീ ആകാതിരിക്കാം. അത് എന്തൊക്കെ റീസൺസ് മൂലമാണ് നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആകാതിരിക്കുന്നത്? അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും? അതിലൊന്നാമത്തെ കോസാണ് കൊയേഷനാണ്. കൊയേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഈ 5 റീസൺസാണ് നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആകാതിരിക്കാനുള്ള കാരണം. അതിലൊന്നാമത്താണ് കൊയേഷൻ. എന്താണ് കൊയേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ പേഴ്സൺ ഒബ്റ്റെയിൻസ് കൺസെൻറ്റ് ഓഫ് ദ അതർ പാർട്ടി ബൈ ഫോഴ്സ് ഓർ അണ്ടർ ഫിയർ കോസ്ഡ് ബൈ ത്രെറ്റ്സ് ഓഫ് ബോഡിലി വയലൻസ് ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഹീ സെഡ് ടു ബി യൂസ് കൊയേഷൻ. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇഷ്ടപ്രകാരമല്ലാതെ അയാളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്രമിച്ചുകൊണ്ടോ അതുപോലെ തന്നെ ബോഡിലി വയലൻസ് ചെയ്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക. അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുക. അങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ കൺസെൻറ്റ് ഫ്രീ അല്ല. കാരണം അയാളുടെ ഇഷ്ടപ്രകാരമല്ല ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്. മറ്റൊരാളുടെ പ്രഹരം മൂലമോ മറ്റൊരാളുടെ ഭീഷണി മൂലമോ ആണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിന് നമുക്കൊരിക്കലും ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ കൊയേഷൻ എന്ന് പറയുന്നത് ഫ്രീ കൺസെൻറ്റ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റീസണാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. ഇറ്റ് ഈസ് എ ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. സ്ട്രോങ് മൈൻഡ് കൊണ്ട് നമ്മൾ ഒരാളെ വീക്ക് മൈൻഡ് ആക്കുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അതായത് നമ്മൾ ഓരോന്ന് പറഞ്ഞ് അയാളുടെ മൈൻഡിനെ നമ്മൾ വീക്കാക്കിക്കൊണ്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുക. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചോദിക്കാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഇറ്റ് ഈസ് എ ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്.
അപ്പോൾ സ്ട്രോങ് മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോമിനേഷൻ ഉപയോഗിച്ച് നമ്മളൊരു വീക്ക് മൈൻഡാക്കി മാറ്റുകയാണ്. അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിളൊക്കെ എഴുതി വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആകണം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമാണെങ്കിൽ കൺസെൻറ്റ് ഒരിക്കലും എന്താവില്ല, ഫ്രീ ആകില്ല. അതായത് അയാളുടെ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട്, അയാളുടെ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ആ പിടിപാടുകളൊക്കെ വെച്ചുകൊണ്ട് അയാൾ അൺഫെയർ ആയിട്ട് പെരുമാറിക്കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു കോസാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന മറ്റൊരു കോസാണ് ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രോഡ് തരം കാണിച്ചു, ഫ്രോഡ് പണി കാണിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ആണ് മെയ്ഡ് ബൈ എ പാർട്ടി ടു കോൺട്രാക്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി ഓർ ടു ഇൻഡ്യൂസ് സച്ച് പാർട്ടി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അതായത് അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ റോങ്ഫുള്ളായിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുക, അതാണ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെന്നെവർ എ പേഴ്സൺ ഒബ്റ്റെയിൻ എനി മെറ്റീരിയൽ അഡ്വാൻറ്റേജ് ഫ്രം അനദർ ബൈ അൺഫെയർ ഓർ റോങ്ഫുൾ മീൻസ്, അതായത് അൺഫെയർ ആയിട്ട്, ഫെയർ അല്ലാത്ത രീതിയിൽ നമ്മൾ മറ്റൊരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുന്നു. അത് ചിലപ്പോൾ ഫോഴ്സ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആകാം. അതായത് നമുക്കറിയാം അത് നമ്മൾ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് അത് തെറ്റായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അയാളെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണ്. അതാണ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രോഡ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫ്രോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതിൽ എസെൻഷ്യൽ എലമെൻറ്റ് ഫ്രോഡ് മസ്റ്റ് ബി കമ്മിറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രോഡ് ബൈ പാർട്ടി ടു ദ കോൺട്രാക്റ്റ് ആയിരിക്കണം. അതുപോലെ വിത്ത് ഹിസ് കൺവീനിയൻസ് ആയിരിക്കണം. അതുപോലെ ഹിസ് ഏജൻ്റ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ റെപ്രസെൻറ്റേഷൻ ഫ്രോഡിലുണ്ടാകുന്ന ചില എലമെൻറ്റുകൾ, അതിൽ വരുന്ന ചില എലമെൻറ്റുകൾ പറയുന്നുണ്ട്. അതൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്. അപ്പോൾ ഫ്രോഡിൽ വരുന്ന ചില എലമെൻറ്റുകളുണ്ട്. അത് ഒന്ന് പറയുന്നത് ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് കോൺട്രാക്റ്റ് ആയിരിക്കണം, പാർട്ടി മുഖേന ഉണ്ടാകുന്ന കോൺട്രാക്റ്റ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത എലമെൻറ്റാണ് മിസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആകാതിരിക്കാനായിട്ടുള്ള മറ്റൊരു എലമെൻറ്റാണ് മിസ് റെപ്രസെൻറ്റേഷൻ. മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസേർഷൻ മെയ്ഡ് ബൈ വൺ പാർട്ടി to the other either before or at the time of contract. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് മുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ അതായത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, അതാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, he is going to sell his house, he makes statement about the area or foundation of the house, that is a representation made by him. അപ്പോൾ എന്താണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എയുടെ വീട് വിൽക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഏരിയനെ കുറിച്ചും ആ ഫൗണ്ടേഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് റെപ്രസെൻറ്റേഷൻ പറയുക, അതിനെക്കുറിച്ച് പറയുക, അതാണ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞാൽ. പക്ഷേ വെൻ റെപ്രസെൻറ്റേഷൻ ഈസ് റോങ്ലി മെയ്ഡ്, നമ്മൾ തെറ്റായ രീതിയിലാണ് ഈ ഏരിയനെ കുറിച്ചും ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതെങ്കിൽ അത് മിസ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. അല്ല എങ്കിൽ അത് മിസ് റെപ്രസെൻറ്റേഷൻ, തെറ്റായ രീതിയിൽ റോങ്ലി ആണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മിസ് റെപ്രസെൻറ്റേഷനാണ്. ഇനി അതിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എ പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ ഓർ ഹീസ് ഡസ് നോട്ട് നോ ദാറ്റ് ഇറ്റ് ഈസ് ഫോൾസ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം തെറ്റാണ്. പക്ഷെ നമ്മൾ മറ്റൊരാളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം മറ്റൊരാളെ നമ്മൾ അറിയിക്കുകയാണ്. പക്ഷേ നമ്മൾ അറിയിക്കുന്ന കാര്യം എന്താണ്, തെറ്റായ കാര്യമാണ്. പക്ഷെ നമുക്കൊരിക്കലും അറിയില്ല അത് തെറ്റാണെന്നുള്ളത്. അതാണ് ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആനയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത് ഒരു ആനയുണ്ടെന്ന് പറയുകയാണ്, പക്ഷേ ആക്ച്വലി അവിടെ ഒരു ആന ഇല്ല. പക്ഷെ നമ്മൾ വേറൊരാൾ പറയുമ്പോൾ നമ്മൾ പറയുകയാണ് അവിടെ ആനയുണ്ട്. കാരണം ഞാനത് വിശ്വസിച്ചു, വേറൊരാൾ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ആനയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അത് ഞാൻ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ പറയുകയാണ് അവിടെ ആനയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിക്കും അവിടെ ആനയില്ല എന്നുള്ളത് മറ്റൊരാൾക്കറിയാം, പക്ഷെ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന അവിടെ ആനയുണ്ടെന്നാണ്. അത് തന്നെയാണ് ഞാൻ മറ്റൊരാളോട് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ. അതായത് ഞാൻ ഇന്നസെൻ്റ് ആണ്, കാരണം ഞാനത് വിശ്വസിച്ചു അവിടെ ആനയുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിച്ചിട്ടാണ് മറ്റൊരാളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇന്നസെൻറ്റ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഫ്രീ കൺസെൻറ്റിൻ്റെ മറ്റൊരു കോസാണ്. അടുത്തതാണ് ലാസ്റ്റ് വൺ, മിസ്റ്റേക്കാണ്.
മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിസ്കറപ്ഷൻ ആണ് അല്ലെങ്കിൽ എറർ ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് പാർട്ടീസ് ഇൻറ്റൻഡിങ് ടു ഡു നത്തിങ് ഹാവ് എനി ഇൻറ്റൻഷൻ എറർ ഡൺ സംതിങ് എൽസ്. അതായത് ജനറൽ ടേമിൽ പറയുകയാണെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല 2 ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. ഒരാൾ മാത്രം ഒറ്റയ്ക്ക് മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അത് യൂണിലാറ്ററലും, 2 പേരും ആ ഒരു പാർട്ടീസിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബൈലാറ്ററലുമാണ്. ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് അല്ലേ, മിസ്റ്റേക്സ് മൂലമാണ് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നെങ്കിൽ, ആ സബ്ജക്റ്റ് മാറ്ററിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എന്താണ്, മിസ്റ്റേക്സ് ആണ്. അപ്പോൾ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും റോങ്ഫുൾ നമ്മൾ ബിലീവ് ചെയ്യുകയല്ല സംഭവം, അത് മിസ്റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ തെറ്റായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇൻ ജനറൽ ടേംസ് ഇറ്റ് ഇംപ്ലൈസ് എ റോങ് ബിലീഫ് അബൌട്ട് എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ ഫാക്ട്, ഗുഡ്സ് ഓർ സബ്ജക്റ്റ് മാറ്റർ ടു എഗ്രിമെൻറ്റ്. നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ തെറ്റായ രീതിയിൽ നമ്മളത് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അത് മിസ്റ്റേക്കാണ്. കാരണം തെറ്റായ രീതിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിച്ച കാര്യമാണ്. അത് മിസ്റ്റേക്കലി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, നമ്മുടെ കോൺട്രാക്റ്റിൽ ഫ്രീ കൺസെൻറ്റിൽ വരുന്ന കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുള്ളതിന് ഒരു കോസസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി പഠിക്കുക, കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.